കൂപമണ്ടൂപം എന്ന് പറയാറില്ലേ, കിണറ്റിലെ തവള. ഇത് CPM എന്ന് പറയുന്നത് കേരളം എന്ന കിണറ്റിൽ മാത്രമുള്ള ഒരു തവളയാണ്. ആ തവള ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ആ തവള വലിച്ചു കഴിഞ്ഞാൽ പിന്നെ കിണറുമില്ല, തവളയില്ല. അതാണ് CPM. പ്രളയം വന്നപ്പോൾ, 2 പ്രളയം വന്നു, കോവിഡ് വന്നപ്പോൾ ഒരു ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി എന്ന പരിവേഷം സൃഷ്ടിക്കാൻ അന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞു. സഖാവ് എന്ന് പറഞ്ഞാൽ സഖാവ് കൃഷ്ണപിള്ള ഉണ്ടായിരുന്നത്, ലീഡർ എന്ന് പറഞ്ഞാൽ KK നായർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബദൽ പേരാണ് ക്യാപ്റ്റൻ. അത് വീണ ജോർജിനെ പോലുള്ള ആൾ ആടി വിളിക്കുന്ന കപ്പലിനെ തീരങ്ങളിൽ എത്തിക്കുന്ന കപ്പിത്താനാക്കി മാറ്റി. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹൗസായി CPM മാറി എന്നുള്ളതാണ് സത്യം. അതൊരു പാർട്ടിയല്ല, പ്രസ്ഥാനം, സ്ഥാപനമായി മാറി എന്നുള്ളതാണ്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ചെറിയാൻ. തെരഞ്ഞെടുപ്പിനി കഷ്ടിച്ച് 9 ദിവസം കൂടിയുള്ളൂ. ഇരു മുന്നണികൾക്കും നെഞ്ചിടിപ്പുണ്ട് എന്ന ഒരു പൊതുവികാരം. പക്ഷേ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു UDF തരംഗമുണ്ട് കേരളത്തിലെന്നാണ്. ഓരോ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് നേരിട്ട് സംവദിക്കുമ്പോഴും ഒരു UDF തരംഗം പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രകടമാണ്. കോൺഗ്രസിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ UDFിൻ്റെ ഒരു വീക്ഷണത്തിൽ കേരളത്തിൽ ഒരു UDF തരംഗമുണ്ടോ ഇപ്പോൾ? നെഞ്ചെടുപ്പുള്ളത് LDFിന് മാത്രമാണ്, UDFിനെ സംബന്ധിച്ചത് ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അല്ല നിയമസഭ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായി UDF വളരെ മുന്നേറി. സാധാരണഗതിയിൽ എപ്പോഴും വളരെ 1-2 സന്ദർഭം ഒഴിച്ച് എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇത്തവണ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് UDF വളരെ മുന്നോട്ട് പോയി. അപ്പോൾ തന്നെ LDFിൻ്റെ ഭരണമണി മുഴങ്ങിയതാണ്. പിന്നെ തരംഗം ഏത് അതിർത്തി വരെ പോകുമെന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. തരംഗം എന്ന് പറയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്. അതേസമയം ഈ തരംഗത്തിൻ്റെ മാലകൾ ഇങ്ങനെ അലയടിച്ചുയർന്നാൽ ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് 2021 അന്ന് സർവേകളൊക്കെ പ്രവചിച്ചത് UDFും LDFും നെക്ക് ടു നെക്ക്, ഇഞ്ചോടിഞ്ച് പോരാടുന്നു എന്ന സർവേ ഫലങ്ങൾ മിക്ക ചാനലുകളും ഒന്ന് പുറത്തുവിട്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വലിയ ഇടത് തരംഗമാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഈ സർവേ ഫലങ്ങളിൽ അത്ര കണ്ട് വിശ്വസിക്കാമോ? സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിലല്ല, പിണറായി വിജയൻ രണ്ടാമത് വരുന്ന സന്ദർഭത്തിൽ പിണറായി വിജയന് ചില ആനുകൂല്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മുഖ്യമന്ത്രി എന്ന നിലയിൽ പുള്ളി ശ്രദ്ധ കാട്ടിയിരുന്നു. എല്ലാ മേഖലകളിലും പുള്ളിയുടെ ഒരു ഏകാഗ്രമായ ശ്രദ്ധയുണ്ടായിരുന്നു. അതിനേക്കാളേറെ പ്രളയം വന്നപ്പോൾ, 2 പ്രളയം വന്നു, കോവിഡ് വന്നപ്പോൾ ഒരു ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി എന്ന പരിവേഷം സൃഷ്ടിക്കാൻ അന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇതിൻ്റെ എല്ലാം പുറകിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവയൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിൻ്റെ അറസ്റ്റിലായി. സ്വർണ്ണ കള്ളക്കടത്ത് ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ അത് വേണ്ട വിധത്തിൽ UDFിന് ഉപയോഗിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അന്ന് പിണറായി വീണ്ടും വരണമെന്നൊരു പൊതുവികാരം ഉണ്ടായിരുന്നു. ആ പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ തരംഗമാണ് രണ്ടാം ഭരണത്തിന് അടിത്തറ പാകിയതെന്നാണ് സത്യം. നമ്മൾ 2 വീക്ഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ, ഒന്ന്, ഒരു പിണറായി തരംഗമായിരുന്നു 2021 പ്രകടമായത് എന്ന് അങ്ങ് തന്നെ പറയുന്നു. മറുവശത്ത് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ, പിണറായി വിജയൻ എന്ന വിമർശകരുടെ ഏകാധിപതി, സ്വേച്ഛാധിപതി, എല്ലാം പിണറായിയിലേക്ക് ഒതുക്കുന്ന കാഴ്ച 2021-26 നമ്മൾ കാണുന്നു. പിണറായി വിജയൻ പാർട്ടിയാകുന്നു, പാർട്ടി പിണറായി വിജയനാകുന്നു, ഭരണം പിണറായി വിജയനാകുന്നു, ഭരണകൂടത്തിൻ്റെ അടയാളമാകുന്നു. എല്ലാം പിണറായി വിജയനിലേക്ക് ഫോക്കസ്ഡ് ആയ ഒരു കാലഘട്ടം ഏറ്റവും ഒടുവിൽ തലകുത്തനെ മറിയുന്ന കാഴ്ച. ആരാണ് പിണറായി വിജയൻ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ? കാരണം അങ്ങ് പിണറായി വിജയനെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്, വളരെ ചേർന്ന് നിന്ന് പിണറായി വിജയനെ പഠിച്ചിട്ടുണ്ട്, നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായി പിണറായി വിജയനെ നിർവചിക്കാനുള്ള ഒരു അവകാശം അങ്ങേക്ക് ഉണ്ട്. ആരാണ് പിണറായി വിജയൻ? പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം സ്വയമേധയോ ഏകാധിപതിയായോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അദ്ദേഹം ഏകാധിപതിയായി തീർന്നു എന്ന് സത്യമാണ്. കാരണം അദ്ദേഹത്തിന് ചുറ്റും കൂടിയ ആളുകൾ, വൈതാളികന്മാർ, സ്തുതിപാഠകന്മാർ, അവരിങ്ങനെ വിശേഷങ്ങളുമായി. സാധാരണഗതിയിൽ വ്യക്തിപൂജ എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുവദനീയമല്ല. ലെനിൻ, സ്റ്റാലിൻ അല്ലെങ്കിൽ മാവോ തുടങ്ങിയ ആളുകളൊക്കെ വ്യക്തിപൂജ ചെയ്യുന്നത് അവരൊക്കെ തകർന്നു പോവുകയും ചെയ്തു. പക്ഷേ പല സന്ദർഭങ്ങളിലും വ്യക്തിപൂജ അടിസ്ഥാനത്തിലല്ല. ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ പിണറായിയുടെ നേതൃത്വത്തിലല്ല. രണ്ടാമത് വന്നപ്പോൾ
LDF ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ പിണറായിയുടെ തന്നെയാണ് അധികാരത്തിൽ വന്നാൽ ജയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ എല്ലാം ഖ്യാതി സ്തുതിപാഠകന്മാർ പിണറായിയുടെ തലയിൽ കെട്ടിയേൽപ്പിച്ചു. അങ്ങനെയാണ് ക്യാപ്റ്റൻ എന്ന പദവി കിട്ടിയത്, ലീഡർക്ക് പകരം. പ്രളയകാലത്താണ് ക്യാപ്റ്റൻ. അതായത് പണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ സഖാവ് കൃഷ്ണപിള്ള ഉണ്ടായിരുന്നത്, ലീഡർ എന്ന് പറഞ്ഞാൽ KK നായർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബദൽ പേരാണ് ക്യാപ്റ്റൻ. അത് വീണ ജോർജിനെ പോലുള്ള ആൾ ആടി വിളിക്കുന്ന കപ്പലിനെ തീരങ്ങളിൽ എത്തിക്കുന്ന കപ്പിത്താനാക്കി മാറ്റി. MV ഗോവിന്ദനെ പോലെയുള്ള ഒരു തിരുവായ്ക്ക് എതിർവായില്ല എന്ന് കൽപ്പിച്ച ഒരു പാർട്ടി സെക്രട്ടറി, ദുർബലനായ പാർട്ടി സെക്രട്ടറി കത്തുന്ന സൂര്യനാണെന്ന് പറഞ്ഞു. മന്ത്രിസഭയിലെ അംഗം വാസവൻ പറഞ്ഞത് ദൈവത്തിന്റെ വരദാനമെന്നാണ്. പാട്ടുകളിൽ തിരുവാതിരപ്പാട്ടിലൊക്കെ കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ, ഇങ്ങനെ വിശേഷണങ്ങളുടെ വേലിയേറ്റത്തിൽ ഇങ്ങനെ ഒരാൾ ആ ചുറ്റും കൂടുന്നവർ സ്തുതിപാഠകന്മാരായി മാറിയാൽ നാട്ടിൽ നടക്കുന്ന അറിയാതെ ആര് ഏകാധിപതിയാവും. അപ്പോൾ ഒരു ഏകാധിപതിയാക്കി മാറ്റിയതിൽ പിണറായി വിജയനെ എത്തിയതിൽ അദ്ദേഹത്തിന് ചുറ്റും ഈ പാർട്ടിക്കും സ്തുതിപാഠകന്മാർക്കും ഒരു വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഈ പ്രായാധിക്യത്തിൽ പിണറായി വിജയൻ തന്നെ ഈ അധികാരത്തിൽ മതിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അതായത് ഈ ജനങ്ങളിൽ നിന്ന് അദ്ദേഹം അകന്നുപോയി. ഒരു ഭരണാധികാരി എപ്പോഴും ജനങ്ങൾ തന്നെ നിൽക്കണം. ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇരുമ്പുറയ്ക്കുള്ളിലായി. മുഖ്യമന്ത്രി ഓഫീസ് ഒരു രാവണൻ കോട്ടയായി. അവിടെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള 1-2 പേർ, P. ശശി, പ്രദീപ് കുമാർ, ഞാൻ ഒരു വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല, AK സെന്ററിൽ നിന്ന് കിട്ടുന്ന ഇൻഡാസ് അനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു മന്ത്രിസഭ. മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കഴിവുകെട്ട മന്ത്രിസഭ. പേരെടുത്ത് പറയാവുന്ന ഒരാൾ പോലും ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല. ഒന്നാം മന്ത്രിസഭയിൽ ധാരാളം പേരുണ്ടായിരുന്നു. രണ്ടാമത്തത് ഈ കഴിവുകെട്ടവരെ തെരഞ്ഞെടുത്ത് വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിവുകേടിൻ്റെ പര്യായമായി ആ മന്ത്രിസഭ മാറി. ആ മന്ത്രിസഭയെ യഥായോഗ്യം നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലായി, പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കയ്യിലായി. അങ്ങനെ ഭരണം അന്യമായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അച്യുതമേനോന്റെ കാലം മുതൽ തന്നെ മുഖ്യമന്ത്രിമാരെ കാണുന്നതിന് വൈകുന്നേരം 3 മുതൽ 5 മണി വരെ. നേരത്തെ അവിടെ ചെന്ന് റിസപ്ഷനിൽ പറഞ്ഞാൽ ആരും എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ റിസപ്ഷനിൽ പേര് കൊടുത്തിട്ടാണ് അച്യുതെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പം ആ പേരെഴുതി കൊടുത്താൽ നമുക്ക് ക്രമമനുസരിച്ച് നമുക്ക് വിളിക്കും. 3 മണിക്ക് 2:30 എഴുതി കൊടുത്താൽ ചിലപ്പം അരമണിക്കൂർ കഴിയുമ്പോൾ കിട്ടും. എല്ലാവർക്കും കാണാനുള്ള സൗകര്യമുണ്ട്. കാണാൻ ഒരു 5 മിനിറ്റോ ഒക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിടും. അപ്പോൾ ആളുകളെ കണ്ട് നിവേദനം കൊടുക്കുമ്പോൾ എന്താണ് ജനകീയ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കാണാൻ നിവൃത്തിയില്ല. പല ഉദ്യോഗസ്ഥന്മാരും ചെന്ന് അവിടുത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സൂപ്പർ CM ആയ സീമൻ ജീവൻ്റെ ഒപ്പം ചെന്ന് പടഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് കാണണേ, അദ്ദേഹം തീരുമാനിക്കണം മുഖ്യമന്ത്രി കാണുന്നത്. ഇനി മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചാലും ഇവ കാവൽ നായ്ക്കൾ കടത്തിയിടണ്ടേ. അപ്പോൾ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു. മാധ്യമപ്രവർത്തകർ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം നടത്തും. പത്രസമ്മേളനമല്ല, പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിനൊടുവിൽ പ്രസ് സെക്രട്ടറി ആരെങ്കിലും പറയുന്ന ചില ആളുകൾ, അനുകൂല ആളുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചോദ്യം അനുസരിച്ച് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും എഴുതി വെച്ചിരിക്കുക. ആ ഉത്തരങ്ങൾ കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പിരിയുകയാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് പിണറായി വിജയനുണ്ടായ 2ാം ഭരണത്തിന്റെ ദുര്യോഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് പിണറായി വിജയന് പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മയില്ല, അതുകൊണ്ട് എഴുതി കൊടുക്കുന്നത് പറയാൻ കഴിയൂ. പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഈ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ജനങ്ങളെ കാണാൻ ഭയപ്പെട്ടത്? അത് ചോദ്യങ്ങൾ ഭയപ്പെടുന്നു തന്നെയാണ്. ചോദ്യങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഏകാധിപതിയായി മാറിയാൽ അദ്ദേഹത്തിന് വിമർശനം ഇഷ്ടപ്പെടുന്നില്ല. ചോദ്യങ്ങളെ ഭയക്കും. മാധ്യമങ്ങളെയും ജനങ്ങളെയും ഒരുപോലെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എന്താ, ഇതൊക്കെ ഒരു സമയമുണ്ട്. ഓർമ്മ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. പിണറായി വിജയൻ്റെ ഓർമ്മ പോയി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം AK ആന്റണിക്ക് 85 വയസ്സായി. എന്നെക്കാൾ നല്ല ഓർമ്മയുണ്ട്. കരുണാകരൻ മരിക്കുമ്പോൾ 95 വയസ്സുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട്. നയനാർക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. EMS മരിക്കുന്ന തലേദിവസം വരെയും അദ്ദേഹം അന്ന് വരെയുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയുമായിരുന്നു. അതുകൊണ്ട് ഓർമ്മശക്തി രാഷ്ട്രീയക്കാർക്ക് പോയി എന്ന് പറഞ്ഞാൽ അതോട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അസുഖമുണ്ട്. അസുഖം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു 10 വർഷത്തിലധികമായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി പ്രോട്ടോൺ ബീം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത്. മനുഷ്യനല്ലേ, മരണഭയം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മാനസികമായ ഒരു ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏത് വീട്ടിലായാലും നമ്മുടെ നാട്ടിൽ എവിടെയായാലും ഞാൻ കണ്ടുവന്ന ഞാൻ ആരെയും ഒരു പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്.
രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വയസ്സാകുമ്പോൾ ഏറ്റവും വലിയ ശിക്ഷ അവരുടെ ഭാര്യ മക്കളോട്. കുടുംബകലഹത്തിൻ്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഈ വയസ്സുന്ന ആളുകളുടെ മനസ്സിൽ കുടിയേറും. അപ്പോൾ എന്ത് പറ്റും? അവർ കുടുംബത്തിൽ ഒതുങ്ങും, ഭാര്യയിലും മക്കളിലും ചുരുങ്ങും. അത് ആർക്കും സംഭവിക്കാവുന്നതാണ്. അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഭരണത്തിൽ നിന്നും അദ്ദേഹം ഏകാഗ്രതയിൽ മാറി കുടുംബത്തിൽ ചുരുങ്ങിപ്പോയോ എന്ന സംശയമുണ്ട്. അതേസമയം അദ്ദേഹത്തിന് ഓർമ്മപ്പിശകുണ്ടായെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ചടുലമായി മറുപടി പറയാൻ പ്രയാസമില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് സ്വയം പറയാൻ കഴിയാത്ത കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നതാണ് വന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും കൂടിയുള്ള അനുചരന്മാർ എഴുതി കൊടുക്കുന്ന മാത്രം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്പോണ്ടേനിയസ് ആയി മനസ്സിൽ നിന്നും പറയാൻ കഴിയാത്ത അവസ്ഥ വന്നു. മനസ്സിൽ നിന്ന് ആളുകളെ സംവേദിക്കുമ്പോൾ മാത്രമാണ് അതിനകത്തൊരു ആർജവും ആത്മാർത്ഥതയും വരുന്നത്. അല്ല, അബദ്ധവും സംഭവിക്കില്ല. അബദ്ധം സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പത്രസമ്മേളനത്തിന് ആവശ്യമില്ലല്ലോ. പ്രസംഗം നടത്താൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് പ്രസംഗം എഴുതി വായിച്ചു. പത്രസമ്മേളനത്തിൽ എഴുതി വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോട്ട് എഴുതി ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് പറയാനുള്ളത് പറഞ്ഞിട്ട് പിന്നീട് പത്രസമ്മേളനത്തിൽ അഭിമുഖീകരിക്കണം. ഒരാൾ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏത് മാധ്യമപ്രവർത്തകർ എന്തും ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് മാധ്യമങ്ങളുടെ അവകാശമാണ്. അതിൽ വിമർശനാത്മകമായ ചോദ്യങ്ങൾ വന്നാൽ മറുപടി പരിഹാരിക്കാനുള്ള അവകാശവും മുഖ്യമന്ത്രിക്ക് നേതാക്കന്മാർക്കുണ്ട്. എനിക്ക് മറുപടിയില്ല, അല്ലെങ്കിൽ ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത് ശുഭനാമൊന്നും വേണ്ട. EMSഉം അച്യുതനൊക്കെ എത്താൻ വിദഗ്ധമായിട്ടാണ് പത്രസമ്മേളനങ്ങൾ അഭിമുഖീകരിച്ചത്. കരുണാകരനാണെങ്കിൽ കുന്തവനായ പത്രക്കാർ വന്നാൽ പോലും പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കും. അതിന് വളരെ സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം ചിരിക്കുകയും അത് അഭിമുഖീകരിക്കുകയും ചെയ്യും. അത് അദ്ദേഹം അവരുടെ ഒരു കലാപരിപാടിയായിരിക്കാം. പക്ഷേ ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായിരിക്കുന്ന അപജയത്തിന് കാരണം അദ്ദേഹം പാർട്ടിക്കുള്ളിൽ ഏകാധിപതിയായപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഏകാധിപതിയായി. അതാണ് ജനങ്ങൾക്ക് എതിരെ പോകാനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഞാൻ പലപ്പോഴും ഏറ്റവും വലിയ തെളിവ് ഹോർഡിങ്സ് അല്ലേ. അതെ, മുഖ്യമന്ത്രിയെ മഹത്വവൽക്കരിക്കുന്ന ഹോർഡിങ്സ് ഇത് ഏത് രാജ്യത്താണ് ഇത് നടക്കുന്നത്? ഞാൻ പണ്ട് 1989 കൊറിയയിൽ, ഉത്തര കൊറിയയിൽ, അന്ന് MA ബേബിയും ഞാനും ഉൾപ്പെടെയുള്ള യുവസംഘത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എവിടെ നോക്കിയാലും ഭീമമായ കട്ടൗട്ടുകൾ. കിങ് ഇൽ സിംഗ് അന്നത്തെ ഭരണാധികാരി, അദ്ദേഹം മരിച്ചുപോയി. 72 മുതൽ 94 വരെയുള്ള 22 വർഷം കിങ് ഇൽ സിംഗിൻ്റെ, എൻ്റെ ഈ കുട്ടിക്കാലത്ത് കോളേജ് പഠിക്കുമ്പോഴത്തെ കൊണ്ട് ഫുൾ പേജ് പരസ്യം കാണുന്നത് കിങ് ഇൽ സിംഗിൻ്റെ മഹത്വങ്ങളാണ്. ആരാണ് ഈ കിങ് ഇൽ സിംഗ് എന്ന് പറയുന്നത്? അപ്പം ഈ കൊറിയയിൽ ചെന്നപ്പോഴാണ് നമുക്ക് ഓർക്കുന്നത് ഈ പത്രങ്ങളിൽ കണ്ട മഹാനാണ് ഈ മഹാൻ എന്ന് മനസ്സിലായത്. അപ്പം അങ്ങനെ ഹോർഡിങ്ങുകളിലൂടെ പത്രപരസ്യങ്ങൾ നൽകി ഒരാളെ മഹത്വവൽക്കരിക്കാൻ പറ്റുമോ? സർക്കാരിൻ്റെ പരസ്യം PRD മുഖേനയല്ല, കിഡ്ബി, കോർപ്പറേഷനുകൾ, എല്ലാ വകുപ്പുകളും വെച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എവിടെ റോഡിൽ പോയാലും പിണറായി വിജയൻ്റെ പടമേ ഉള്ളൂ. ഇവിടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മഞ്ജു വാര്യരുടെയും പൃഥ്വിരാജിൻ്റെയും സിനിമാ താരങ്ങളുടെ ഹോർഡിങ്സ് ആയിരുന്നുള്ളത്. മോഹൻലാലിന് വൈകിട്ട് എന്താ പരിപാടി എന്ന പരിപാടിയാണ് പലപ്പം കാണുന്നത്. പക്ഷെ അത് മാറിയിട്ട് പിണറായി വിജയനെ മഹത്വവൽക്കരിക്കുന്ന ഹോർഡിങ്ങുകളും മറ്റും ഉണ്ടാക്കി സർക്കാർ ചെലവിലാണ്. ഇതിൽ രസകരമായ സംഭവം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് വരെയും എവിടെ നോക്കിയാലും പിണറായി വിജയൻ്റെ സർക്കാർ നേട്ടങ്ങൾ, ഉദ്ഘാടന മഹാവാക്യങ്ങൾ കൊടുത്തു നമുക്ക് സഹിക്കാം. ഇത് കല്ലിടൽ തുരങ്കപാത കല്ലിടാൻ പോകുന്നു, അതിനും വലിയ ഹോർഡിങ്, പരത്തർ പരസ്യങ്ങൾ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എന്താ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ എല്ലാവരും പാർട്ടികൾ കൊടുക്കുന്നത്. പക്ഷേ കേരളം മുഴുവൻ നോക്കിയാൽ പിണറായി വിജയൻ്റെ ബോർഡ് വെച്ച് സർക്കാർ ഹോർഡിങ്ങുകൾ തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് അത് മാറി ചോപ്പായി. പിണറായി വിജയൻ്റെ LDF മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുഖം കാണിക്കുന്ന പടം. മറ്റേ സ്ഥലത്ത് സർക്കാരിൻ്റെ സ്ഥലത്ത് സെയിം ബോർഡുകൾ. അതിൻ്റെ അർത്ഥം എന്താ? സർക്കാർ ഹോർഡിങ്ങുകൾ PRD മുഖേന വാടകയ്ക്കെടുത്താണ്. ആ വാടകയ്ക്കെടുത്ത് ഈ വലിയ പടങ്ങൾ ചുറ്റിച്ചത് ചില ഏജൻസികളാണ്. ഞാൻ ആ ഏജൻസികളുടെ പേരൊന്നും പറയുന്നത്, എന്തിനാ പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അതേ ഏജൻസികൾ തന്നെയാണ് ഈ LDFൻ്റെ ബോർഡുകൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സർക്കാർ ചെലവിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരെയും പരസ്യം കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ ചെലവിൽ തന്നെയാണ് ഇപ്പോൾ പരസ്യം കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഹോർഡിങ്സ്, ഈ ഭീമാകാരമായ പടങ്ങൾ കാണിച്ചാൽ ജനഹൃദയങ്ങൾ ചെല്ലും. ജനഹൃദയങ്ങൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ അത് വേറെ മാർഗമുണ്ട്. അതുകൊണ്ട് ഈ ഭീമാകാരമായ ബോർഡുകൾ തന്നെയാണ് പിണറായി വിജയനെതിരായ തിരിച്ചടിയായി മാറാൻ പോകുന്നത് എന്നാണ് സത്യം. ഇതിലെ പിണറായി വിജയൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്? പൊതുവെ വാളുകൾക്കിടയിലൂടെ നടന്ന് വളർന്ന് പിന്നീട് ഇരട്ടച്ചങ്കൻ എന്ന പേര് കിട്ടിയ
BJP RSSനെയൊക്കെ ഒരു കാലത്ത് വെല്ലുവിളിച്ച, രാഷ്ട്രീയ എതിരാളികളെ പച്ചയ്ക്ക് വെല്ലുവിളിച്ച, TP ചന്ദ്രശേഖരനെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കുലംകുത്തി എന്ന് വിളിച്ച അതേ പിണറായി വിജയൻ വാസ്തവത്തിൽ ഒരു ഉള്ളിൽ ഭയമുള്ളയാളാണ്, ഒരു ഭീരുവാണോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പിണറായി വിജയൻ പ്രതിസന്ധികൾ അതിജീവിച്ചു വന്ന ആളാണ്. അദ്ദേഹം KSFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് തന്നെ സംഘർഷങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത് കോൺഗ്രസ്സുകാരനല്ല, RSSൽ നിന്നാണ്. തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ MLA ആണ്. അദ്ദേഹം നേരിട്ട ഒരു രീതി വളരെ വികാരപരമായി പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം MLA ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ ജയിലിൽ ഏതാണ്ട് 1.5 കൊല്ലത്തോളം ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ അദ്ദേഹത്തിന് ഉണ്ടായ പീഡനങ്ങൾ വളരെ വലുതാണ്. ഇന്നും തന്നെ നടക്കാൻ പ്രയാസമുണ്ട്, നട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുനിഞ്ഞു കിടക്കേണ്ട അവസ്ഥ വന്നത് തന്നെ പീഡനങ്ങളാണ്. അപ്പം അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് വളരെ പാടുപെട്ട് ജനിച്ച് ഒരു ബീഡി തൊഴിലാളിയായി വന്ന് MLA ആയ ശേഷം കഷ്ടാരിഷ്ടതകൾ വളരെയധികം സിദ്ധിച്ച ഒരാൾ പാർട്ടിയുടെ എല്ലാ തട്ടിലും പ്രതിസന്ധികൾ നേരിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനെതിരെ വേട്ടയാടലുണ്ടായി, മാധ്യമങ്ങളിൽ വേട്ടയാടിയിട്ടുണ്ട്. അതെല്ലാം അതിശയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ സൃഷ്ടിച്ച ആൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുവായി മാറി. ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ബുദ്ധിപൂർവമായ പരിപാടികൾ കൊണ്ട് മൂലക്കിരുത്തിയില്ലേ. അങ്ങനെ അജയ്യനായി വന്ന ഒരാൾ, പടവെട്ടി വന്ന ഒരാൾ തലകുത്തി വീഴുന്ന ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഒരു ഭീരുവാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പ്രായം വരുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഭീരുത്വം ഉണ്ടാവും. എനിക്കെന്നെ അറിയാം, ഒരു 50 വയസ്സോ 60 വയസ്സോ ഉണ്ടായിരുന്ന ചിത്രാൻപിൽ പല്ല 70 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി മത്സരിക്കാനില്ല. കാരണം എന്താ, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളതാണ്. നാളെ ഇപ്പോൾ ഞാൻ ഇലക്ഷൻ ജയിച്ച് UDF മന്ത്രിസഭയിൽ വരാൻ ഒരു പ്രയാസമില്ല. നാളെ മന്ത്രിയായ അദ്ദേഹത്തിന് ഓർമ്മക്കുറവാണ്, വിഡ്ഢിത്തരം പറയുന്നു അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ അവസ്ഥ ഒഴിവാക്കുന്നില്ല നല്ലത്. അതുകൊണ്ട് പിണറായി വിജയൻ 1ാം ഭരണം കഴിഞ്ഞ് 2ാം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ 1 വർഷം കഴിഞ്ഞ് പിന്മാറാമായിരുന്നു. അപ്പം അന്തസ്സുണ്ടായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് പോകുമായിരുന്നു. അദ്ദേഹം ഈ 80ാം വയസ്സിലും 81ാം വയസ്സിലും മത്സരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് ചിലപ്പം അദ്ദേഹം അല്ലാതെ വേറെ ആരുമില്ല എന്ന് പാർട്ടിക്ക് തോന്നിയുണ്ടാവാം. അദ്ദേഹം കടിച്ചു പോകുന്ന ആളൊന്നുമല്ല. പക്ഷേ പിണറായി വിജയൻ വീണ്ടും 80ാം വയസ്സിൽ വീണ്ടും നിൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിന് പ്രത്യേക സാഹചര്യത്തിൽ അനുകൂല്യമല്ല എന്ന് യുവാക്കൾക്ക് തോന്നിയിട്ടുണ്ട്. പ്രായം ഒരു ഘടകമല്ലേ. അപ്പോൾ യുവതലമുറയുടെ മുമ്പിൽ പിണറായി വിജയൻ നിന്നും ഒരു നേതാവല്ല. ആ കാലം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജെൻസി വിഭാഗത്തിൻ്റെ ആദ്യ വോട്ടുകളൊന്നും പിണറായി വിജയൻ അനുകൂലമായിട്ടോ CPMനോ അനുകൂലമായി കിട്ടില്ലെന്ന് മാത്രമല്ല, ഈ മുഖ്യമന്ത്രി, പഴഞ്ചൻ മുഖ്യമന്ത്രിയെ ഒഴിവാക്കി ഒരു യുവാവായ, യുവത്വമുള്ള ഒരാൾ വരണമെന്ന ചിന്താഗതിയിലേക്കാണ് കേരളം പോകുന്നത്. അല്ല, അധികാരാർത്ഥി അത് പിണറായി വിജയനിലുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അധികാരാർത്ഥി ഇല്ലെന്ന് പറയാൻ കഴിയുമോ? അധികാരാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പൊതുസ്വഭാവമാണ്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർക്കാണ് കൂടുതൽ. അത് ഞാൻ പറയണോ? അച്യുതാനന്ദൻ വലിയ മഹത്വവൽക്കരിക്കുന്ന ആദർശത്തിനാണെന്നുള്ള പറയുന്നത്. അദ്ദേഹം 2016 ജയിച്ചപ്പോൾ, അപ്പം മലമ്പുഴയിൽ നിന്ന് ജയിച്ചു വന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ശ്രമിച്ചു. പാർട്ടിക്കുള്ളിൽ പിണറായിയുടെ ആധിപത്യമുള്ളത് കൊണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒറ്റക്കെട്ടായി വന്നതുകൊണ്ടും പോളിറ്റ് ബ്യൂറോ ഇടപെടാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഡ്വൈസർ ആവാൻ ശ്രമിച്ചു, ക്യാബിനറ്റ് റാങ്കിൽ. അവസാനം സെക്രട്ടേറിയറ്റ് കേട്ടിട്ടുന്നില്ല എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിന് ഭരണപരിഷ്കാര സമിതി ചെയർമാൻ എന്ന ഒരു പദവി ഉണ്ടാക്കി മന്ത്രി പദവിയിൽ ഇരുത്തി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നശിക്കുന്നവരെ അദ്ദേഹം മന്ത്രി പദവി ഇരുന്നു. അപ്പോൾ അധികാരത്തോട് ആർത്തി എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് അത് ഞാൻ പറയണ്ടല്ലോ, ഞാൻ കണ്ട ഏറ്റവും വലിയ അധികാരാർത്ഥി അച്യുതാനന്ദനാണ്. ആ അധികാര ആർത്തിയാണോ അതോ പാർട്ടിയുടെ തീരുമാനമാണോ പിണറായിനെ ഇപ്പോൾ നയിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു കാലഘട്ടത്തിൽ അങ്ങ് പിണറായി വിജയനൊപ്പം ചേർന്ന് നിന്നു. പിന്നീട് ആ ഒരു ഇടവേള, ആ ഇടവേളയിൽ പിണറായി വിജയന് ചുറ്റും വന്ന ഒരു വൈതാളിക വൃന്ദത്തെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് പിണറായി വിജയൻ്റെ ഓഫീസിൽ സംഭവിച്ചത്? അവിടെ ആരാണ് നുഴഞ്ഞു കയറിയത്? പിണറായി വിജയൻ ആരുടെ തടവറയിലാണ്? പിണറായി വിജയൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പേഴ്സണൽ സ്റ്റാഫ്, പ്രത്യേകിച്ചും സൂപ്പർ CM ആയ CM രവീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ നടപടികൾ IAS പോലും എതിരാക്കിയിട്ടുണ്ട്. അത് ഞാനോടൊപ്പം തന്നെ എനിക്ക് ആയിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തെ അന്ധമായി പിണറായി വിശ്വസിച്ചിരുന്നു. ഇതുപോലെ പുള്ളി ചുറ്റും ചില ആളുകൾ, ഉദ്യോഗസ്ഥന്മാരും പാർട്ടിക്കാരുമുണ്ട്, അവരെ അന്ധമായി വിശ്വസിക്കുന്ന അവസ്ഥ. അത് ഈ ചില ആളുകളെ അന്ധമായി സ്നേഹിച്ചാൽ അന്ധമായി വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. എന്നോടും അന്ധമായ സ്നേഹമുണ്ടായിരുന്നു, സത്യമാണ്. ഞാൻ വഴിതെറ്റിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പണങ്ങിയിട്ടല്ല ഇതോട് ഇവിടെ പറഞ്ഞത്. ഞാൻ കോൺഗ്രസിലേക്ക്, എൻ്റെ തറവാട്ടിലേക്ക് പോന്നു.
ഒരു അഭയകേന്ദ്രത്തിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ പിണറായി വിജയനോട് എന്നോട് അപമര്യാദയായി ഒരിക്കലും പെരുമാറുകയോ ഞാൻ അങ്ങോട്ട് പെരുമാറുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് പിണറായി വിജയൻ്റെ സമീപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ ചാനലുകളിലും ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെ ഈ മാറ്റം ഒരു മനുഷ്യനുണ്ടായി എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കൂടെ കൂടുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ വിജയിക്കുന്നത്. ചിലപ്പോൾ വീട്ടിൽ തന്നെ ആവാം, അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭയിലെ ആളുകളാവാം. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാവാം പിണറായി വിജയന് ഒരു അപജയം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഓഫീസിന് ഉണ്ടായ ഒരു പണത്തോടുള്ള ആർത്തിയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അത്തരം ഒരു അപജയത്തിൻ്റെ കാരണം? ഓഫീസ് ഒരു അഴിമതി കേന്ദ്രമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പാർട്ടി വ്യത്യസ്തമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണം ഒരു ധനസമ്പാദന മാർഗമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ തഴച്ചു വളർന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഹൗസ് CPM ആണ്. എന്തിനാണ് പറയുന്നു? ഒരു വർഷം മുമ്പ് പൂർത്തിയായ തിരുവനന്തപുരം നഗരമധ്യത്തിലുള്ള പഴയ JK സെൻറ്ററിന് തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റിക്കുള്ള അടുത്തുള്ള ഒരു 40 സെൻറ്റ് സ്ഥലത്തിൽ, നഗരമധ്യത്തിൽ 40 സെൻറ്റ് സ്ഥലത്തിൽ എന്താവല്ലാന്നറിയാമല്ലോ. അവിടെ 8-9 നിലയുള്ള ഒരു രമ്യ ഹർമ്മ്യം, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലെന്നോ അല്ലെങ്കിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലെന്നോ പറയാവുന്ന ദൃശ്യം തിരുവനന്തപുരത്ത് അവിടെ ചെന്നാൽ ആ കാണാം. അതെങ്ങനെ ഉണ്ടായി? പണ്ടൊക്കെ പറയാറുണ്ട് ഞങ്ങൾ കൂപ്പൺ പിരിവ് നടത്തി അല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് നടത്തി. ഇപ്പോൾ ബക്കറ്റ് പിരിവ് നടത്തില്ല, ഒറ്റയാളുടെ കാശാണത്. ഒരു കോർപ്പറേറ്റ് ഭീമൻ്റെ കാശാണ്. ആ അഴിമതിയുടെ നിത്യസ്മാരകമാണ്. ഇങ്ങനെ എത്രയോ സ്മാരകങ്ങൾ പാർട്ടിയുടെ ഓഫീസുകൾ ഇപ്പോൾ മാത്രമല്ല തുടർച്ചയായി എല്ലാ ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി എല്ലാവർക്കും സ്വന്തം കെട്ടിടവും വീടും സംവിധാനങ്ങളും ഉണ്ട്. പോഷക സംഘടനകൾ SFI, DYFI, മഹിളാ അസോസിയേഷൻ, CITU എന്ന് വേണ്ട എല്ലാ പോഷകർക്കും സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ. ഇങ്ങനെ പാർട്ടി ഓഫീസുകൾ തന്നെ എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്തല്ലേ. ഇനിയും മറ്റു സ്വത്തുക്കൾ, പത്രസ്ഥാപനങ്ങൾ, ദേശാഭിമാനിക്ക് എല്ലാ ജില്ലകളിലും യൂണിറ്റ് ഉണ്ട്. ഭീമാകാരമായ ഓഫീസ്, അവിടെ സംവിധാനങ്ങൾ, എത്രയോ ലക്ഷം കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കൈരളിയുടെ ആസ്ഥാന മന്ദിരം നഗരമധ്യത്തിൽ സ്റ്റുഡിയോ ഉണ്ട്. അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ, ചിന്ത പബ്ലിഷേഴ്സ്, ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ. ഇപ്പം മാത്രമല്ല ആശുപത്രികൾ, എത്രയോ ആശുപത്രികളുണ്ട്. AKG ആശുപത്രി കണ്ണൂർ, പെരിന്തൽമണ്ണ EMS ആശുപത്രി, AP വർക്കി ആശുപത്രി എറണാകുളം, പിന്നെ NS ശ്രീധരൻ ആശുപത്രി കൊല്ലം. ഇത് കൂടാതെ ചെറുതും വലുതുമായ എത്രയോ ആശുപത്രികൾ. കേരളത്തിലെ സ്വകാര്യ മേഖല ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. പഠന കേന്ദ്രങ്ങൾ, സർക്കാർ ചെലവിൽ ഭൂമിയിൽ പടുത്തുയർത്തിയതാണ് AKG പഠന ഗവേഷണ കേന്ദ്രം. അതുപോലെ തന്നെ EMS അക്കാദമി വിളപ്പിശാലയിൽ, കണ്ണൂരിലെ നയനാർ അക്കാദമി, കേളുവേട്ടൻ പഠന കേന്ദ്രം, ഇങ്ങനെ പഠന കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതൊക്കെ പണ്ട് ഈ മിഷണറികളും മറ്റുമൊക്കെ ക്രൈസ്തവ സഭകളാണ് ആശുപത്രികൾ, പഠന കേന്ദ്രങ്ങൾ നടത്തിയത്. അതെല്ലാം ഇപ്പോൾ നടത്തുകയാണ്. ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് വൽക്കരിച്ചതിന്റെ ഭാഗം. അതായത് ഈ സഹകരണ സ്ഥാപനങ്ങൾ, എത്രയോ സഹകരണ സ്ഥാപനങ്ങൾ. ഞാൻ പറഞ്ഞു ദിനേശ് ബീഡി ആദ്യം ഉണ്ടായിരുന്ന സഹകരണ സ്ഥാപനമാണ്. ദിനേശ് ബീഡി ഇപ്പം ബീഡി അല്ല, വേറെയാണ്. അതുപോലെ തന്നെ ധാരാളം നിർമ്മാണ കമ്പനികൾ, വ്യവസായ യൂണിറ്റുകൾ, ഇങ്ങനെ പലതിൽ ഇതെല്ലാം ആധിപത്യം ആർക്കാണ്? ഈ സഹകരണ മേഖല മുഴുവൻ സഹകരണ രാക്ഷസന്മാരാണ്. ഈ രാക്ഷസന്മാരെല്ലാം നയിക്കുന്നുള്ളപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ജീവനക്കാരാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒരു പ്രധാന വരുമാന മാർഗം, ജീവിതമാർഗം സഹകരണ സ്ഥാപനങ്ങളാണ്. അത് ഇപ്പം ബാങ്കുകളുടെ കൊള്ള പറഞ്ഞതുപോലെ തന്നെ അതിനകത്തും കൊള്ളയല്ലേ, കാരണം മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹൗസായി CPM മാറി എന്നുള്ളതാണ് സത്യം. അതൊരു പാർട്ടിയല്ല, പ്രസ്ഥാനം, സ്ഥാപനമായി മാറി എന്നുള്ളതാണ്. സ്ഥാപനവൽക്കരണം പ്രസ്ഥാനത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുമെന്ന് പണ്ടൊരിക്കൽ മറ്റൊരു വശത്ത് ഊരാളുകൾ നിൽക്കുന്നു. ഊരാളുകൾ പറയണ്ട, ഊരാളുകൾ ഭരണം എന്ന് പറയുന്നതല്ലേ ശരി. കേരളത്തിൽ ഇപ്പോൾ 10 വർഷം നടക്കുന്ന എന്താ? ഊരാളുകൾ ഭരണം. ഊരാളുകളുടെ ഓഫീസ് മുഖ്യമന്ത്രി ഓഫീസ് തന്നെയാണ്, അവിടെ തന്നെയാണ് നിയന്ത്രണം. അപ്പോൾ ഞാനത് പേര് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എൻ്റെ വിരൽ തൊമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് പേരുകൾ. ഇങ്ങനെയുള്ളൊരു മഹാസാമ്രാജ്യം. ഇതിനൊക്കെ എന്തിനാണ് പിണറായി വിജയൻ കൂട്ടു നിൽക്കുന്നത്? അത് പാർട്ടി, അതെനിക്ക് തോന്നുന്നു ബംഗാളാണ്. ബംഗാളിൽ പാർട്ടി തകർന്നപ്പോൾ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ. പാർട്ടി ഓഫീസുകളെല്ലാം തൃണമൂൽ കോൺഗ്രസോ BJP കൊണ്ടുപോയി.
അവസാനം ജില്ലാ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഒക്കെ നാട് വിട്ടു. ഇപ്പൊ കേരളത്തിലെ ജില്ലാ സെക്രട്ടറിമാരും മറ്റേ ഏരിയ സെക്രട്ടറിമാരും പൊറോട്ട അടിക്കുന്നുണ്ട്. ഇവിടെ പൂർണ്ണമായി അധികാരം നഷ്ടപ്പെട്ടാലും പാർട്ടിക്ക് സംവിധാനങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടാലും പാർട്ടിക്കാർ പട്ടിണിയിലാവരുത്, പാർട്ടി നിലനിൽക്കണം. അതുകൊണ്ട് ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർ പിരിച്ചുവിട്ടാലേ പോവുള്ളൂ. അതുവരെ അവരുടെ ജീവിതമാർഗം അതായതുകൊണ്ട് പിടിച്ചു നിൽക്കും. അതുകൊണ്ട് ഇവിടെ ഭരണം പോയാലും ബംഗാളിലെ പോലെ ഒളിച്ചു പോകത്തില്ല. കുറേ പേര് ജീവിച്ചു പോകും. ജീവിച്ചു പോകാനുള്ള സംവിധാനം എന്നിട്ട് വീണ്ടും അധികാരത്തിൽ വരില്ല. കേഡർ പാർട്ടി തകർന്നാൽ തീർന്നു. പക്ഷേ കുറേ പേർക്കെങ്കിലും പട്ടിണി കിടക്കാതെ ജീവിക്കാനുള്ള ഒരു സംവിധാനം അത് പിണറായിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളത് അവിടുത്തെ പ്രവർത്തകന്മാർക്ക് ആശ്വാസകരമാണ്. തിരിച്ച് ഈ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും പിണറായിയുടെ നേർക്കൊന്ന് ചൂണ്ടുവിരൽ ഉയർത്താനോ അരുതെന്ന് പറയാനോ മുതിരുന്നില്ല. ഇത്ര വലിയൊരു ഭയം എങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു? അത് 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 കേരളത്തിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. അതായത് ലെനിനെതിരെ ശബ്ദിക്കാൻ ആരെങ്കിലും തയ്യാറായോ? സ്റ്റാലിനെതിരെ ശബ്ദിക്കാൻ ആരെങ്കിലും തയ്യാറായോ? ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകമായിരുന്നു അതിനൊരു കാരണം, നിശബ്ദരാക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ പറയില്ല. ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിൽക്കുന്നവരെല്ലാം, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന മഹാഭൂരിപക്ഷവും അധികാര മോഹം ഉണ്ടല്ലോ. പിണറായിയുടെ സഹായം കൂടാതെ അധികാര സ്ഥാനം നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ വെട്ടിനിർത്തപ്പെടും. അത് അച്യുതാനന്ദൻ കൊണ്ടുവന്ന ശൈലിയാണ്. ആദ്യകാലങ്ങളിൽ EMS അങ്ങനെയാണ്. EMS തനിക്ക് എതിരും തോന്നിയ ആളുകളെ MP രാഘവനെ വെട്ടിനിർത്തിയിൽ പങ്കുവച്ചത് EMS ആണ്. അത് കഴിഞ്ഞ് അച്യുതാനന്ദന്റെ കയ്യിൽ വന്നപ്പോൾ എന്താ, അച്യുതാനന്ദൻ CIT ലോബി തകർത്തു, EMS പോലും തകർത്തു. EMSന്റെ സ്ഥാനാർത്ഥി സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറാതെ ഉറങ്ങിക്കിടന്നിരുന്ന EK നേരെ കൊണ്ടുവന്ന് വീണ്ടും മുഖ്യമന്ത്രിയാക്കി തന്റെ ആധിപത്യം സ്ഥാപിച്ചു. പിണറായിയെ പോലും തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ കണ്ണൂർ ലോബിയുടെ പ്രധാനിയായ ആളെ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഈ അച്യുതാനന്ദൻ തന്നെ വെട്ടാൻ ശ്രമിക്കുന്നു. മലപ്പുറം സമ്മേളനത്തിൽ പിണറായിയെ മാറ്റി ഗുരുദാസനാക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പിണറായി വാളെടുത്തു. പിന്നീട് ഉള്ള സമ്മേളനങ്ങളെല്ലാം അച്യുതാനന്ദനെ അഴിഞ്ഞു വീഴ്ത്തുക, വെട്ടിനിരുത്തിയ അച്യുതാനന്ദനെ വെട്ടിനിരുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് അദ്ദേഹം വിജയിക്കുകയും ചെയ്യും. അപ്പോൾ പാർട്ടിയുടെ ആധിപത്യം പിണറായിയുടെ കയ്യിൽ വന്നുകൊണ്ടും അദ്ദേഹം ഇനിയും തങ്ങളെ വെട്ടിനിർത്തുമോ എന്നൊരു ഭയപ്പാടുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ വെട്ടിനിരത്തലാണ് CPMന്റെ കർമ്മപരിപാടി. VS പോലും വീഴ്ത്തിയ പിണറായിയെ സ്വാഭാവികമായി പാർട്ടിയിലെ ഉറപ്പല്ലേ വെട്ടിനിരത്തലെയാണ് ഭയപ്പെടുന്നത്, വ്യക്തിയല്ല, വെട്ടിനിരത്തൽ. പക്ഷെ ഒന്നാം മന്ത്രിസഭയിൽ ചിലർ നട്ടല്ലുയർത്തുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നി. തോമസ് ഐസക്, G സുധാകരൻ, അങ്ങനെ ഒരുപിടി നേതാക്കൾ. അന്ന് MA ബേബി പിണറായി വിജയനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. പക്ഷെ അവരൊക്കെ പിന്നീട് പിൻവലിഞ്ഞു. ഇപ്പോൾ ഈ വൈകിയ വേളയിൽ എല്ലാം വീണുടയുന്നു എന്ന് കണ്ടപ്പോഴാണ് G സുധാകരൻ മെല്ലെ ഒന്ന് തലമുക്കിയത്. പക്ഷെ അപ്പോഴും തോമസ് ഐസക്കിനെ പോലെയുള്ളവർ അടിമകളായി തന്നെ തുടരുകയാണ്. തോമസ് ഐസക്ക് രാഷ്ട്രീയക്കാരനല്ലല്ലോ. SFI ഉണ്ടായിരുന്ന അദ്ദേഹം ബുദ്ധിജീവിയായിട്ട് നടന്നതാണ്. കയറെല്ലാം കണ്ട് ഡോക്ടറേറ്റ് എഴുതി. അല്ല, അത്ര ബുദ്ധിയുണ്ടോ? ബുദ്ധിജീവിയായി കരുതുന്ന ആളാണ്. അപ്പോൾ ബുദ്ധിജീവിയായി കരുതപ്പെടുന്ന ഒരാൾ ധനകാര്യമന്ത്രി ആക്കണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചു എന്നല്ലാതെ പിണറായി വിജയന് തോമസ് ഐസക്കിനോട്, തോമസ് ഐസക്കിന് പിണറായി വിജയനോടുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്കറിയാം. ഒട്ടും നല്ല ബന്ധമല്ല. G സുധാകരൻ അങ്ങനെയല്ല. അദ്ദേഹം ഒരു പോരാളിയാണ്. ആ പോരാളി എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹം ആരെയും നേരിടുന്ന ആളാണ്. അദ്ദേഹത്തിനോട് പിണറായി സൗമനസ്യം കാട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും G സുധാകരൻ്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള എന്താണ്, ഇവിടെ SF എന്ന് പറയുന്ന സംഘടന SFI, KSFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അത് കഴിഞ്ഞപ്പോൾ SFI ഉണ്ടായപ്പോൾ അഖിലേന്ത്യാ ആദ്യത്തെ പ്രസിഡന്റായ അഖിലേന്ത്യാ പ്രസിഡന്റ് C ഭാസ്കരനാണ്. സംസ്ഥാനത്ത് സെക്രട്ടറി ആയിട്ട് വരുന്ന ആളാണ്, പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിൽ വരുന്ന ആളാണ് G സുധാകരൻ. അപ്പോൾ പിണറായി കഴിഞ്ഞാൽ C ഭാസ്കരൻ ചിന്തയിലെ ഗോസ്ഥനായി ജീവിതം ഒടുങ്ങി, ഏറ്റവും വലിയ ദുഃഖകഥാപാത്രമായി, അത് വേറെ കഥ. പക്ഷേ പിണറായി കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ സീനിയറായ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഏറ്റവും സമർത്ഥനെന്ന് കരുതപ്പെടുന്ന ഒരു നേതാവ്, പിണറായി പോലെ തന്നെ ധിക്കാരിയായ നേതാവ് എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു സവിശേഷത, ആ ഒരു ആർജവം. പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ആളുകൾ മുഴുവൻ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അച്യുതാനന്ദനും പിണറായിയുടെ അടുത്ത് മാറ്റി, അവസാനം MA ബേബി കൊണ്ടുവന്നു. അപ്പോൾ ഈ 2 തവണ മന്ത്രിസ്ഥാനം കിട്ടിയെങ്കിൽ പോലും പാർട്ടിയിൽ തൻ്റെ കാര്യം മോശമാണ്. അദ്ദേഹത്തിന് കേന്ദ്ര കമ്മിറ്റിയിലാകാൻ അദ്ദേഹം ആഗ്രഹിച്ച സമയത്ത് കേന്ദ്ര കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടറിയിലോ വരാൻ പറ്റിയില്ല. തന്നെക്കാൾ ജൂനിയറായ ആളുകൾ അവിടെ കയറി ഇരിക്കുന്ന കണ്ടപ്പോൾ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം വിരമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുകയായിരുന്നു. ആ വേദനയുടെ ബഹിസ്ഫുരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ചെല്ലില്ല. ഇതെല്ലാം പിണറായിസത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളല്ലേ ഈ വിമത നീക്കം? അത്
ജി സുധാകരൻ ഉയർത്തിയ പൊട്ടിത്തെറി പല സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിയുണ്ട്. അത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പം CPM ചെറുപ്പക്കാർ പിണറായിയെയും മറ്റും അംഗീകരിച്ചതിൻ്റെ കാരണമുണ്ട്. കോൺഗ്രസിൽ വ്യത്യസ്തമായി 10 വർഷം അല്ലെങ്കിൽ 2 ടേം കഴിഞ്ഞവർ മാറും. ആരായിരുന്നാലും വളരെ അപൂർവ സന്ദർഭങ്ങൾ TK രാമകൃഷ്ണൻ, MV ജയകുമാറും അങ്ങനെ സുരേഷ് ഗോപി അങ്ങനെ ചിലർക്ക് മാത്രമേ അവരെല്ലാം ജയിക്കില്ല എന്ന സ്ഥലങ്ങളിലാണ്. പക്ഷേ അതൊരു തത്വമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10-30 വർഷമായി തുടർന്നിരുന്ന തത്വം പെട്ടെന്ന് വലിയടിക്കപ്പെട്ടു. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ നിലനിൽക്കുന്ന MLA തന്നെ വീണ്ടും മത്സരിക്കുകയാണ്. 2 ടേം കഴിഞ്ഞവരും 3 ടേം കഴിഞ്ഞവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥലങ്ങളിലെല്ലാം മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് നെയ്യാറ്റിൻകര, അവിടെ ബെൻഡാവിൻ എന്ന് പറയുന്ന DYFയുടെ നേതാവ് മത്സരിക്കുന്നത് ഉറപ്പായിരുന്നു. ഷിജുക്ക രസഭയുടെ പ്രസിഡന്റായിരുന്ന ആൾ വർക്കലയിലോ വാമനടുത്ത് മത്സരിക്കുന്ന ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ നെടുമങ്ങാട് താലൂക്കിൽ എവിടെയെങ്കിലും സുനിൽകുമാർ അസഭയുടെ നേതാവ്, അങ്ങനെ എത്രയോ SFIക്കാർ DYFക്കാർ തങ്ങളുടെ ഭാവി ആയി കണ്ടിരുന്ന പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും തുടരുകയാണ്. അവർക്ക് അമർഷം ഉണ്ടായാലും അവർ പുറത്തു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അമർഷം പ്രകടിപ്പിച്ച കുറേ ആളുകൾ പുറത്തു വന്നെങ്കിലും ഈ അമർഷം ബാലറ്റ് പെട്ടിയിലൂടെ പുറത്തു വരും. അതായത് ഇവിടെ കോൺഗ്രസിന് അനുകൂലമായ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടെങ്കിൽ പോലും CPM-നുള്ളിലെ ഉരുൾപൊട്ടൽ ഭയാനകമായ ഉരുൾപൊട്ടലാണ്. ആ ഉരുൾപൊട്ടലിൻ്റെ പ്രതിധ്വനി തീർച്ചയായും ബാലറ്റ് പെട്ടിയിൽ ഉണ്ടാകും. അതാണ് CPM-ൻ്റെയും പിണറായിയുടെയും പതനത്തിന് ഇടയാക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. ഈ പതനം അതിജീവിക്കാൻ പിണറായി കഴിയുമോ? കാരണം ഒരു വലിയ വീഴ്ചയായിരിക്കും. പിണറായി വിജയൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പാർട്ടിയെ നിയന്ത്രിച്ച് ഭരണത്തെ നിയന്ത്രിച്ച് കേരളത്തിൽ ഏറ്റവും പ്രധാന ഒരു വ്യക്തിത്വമായി നിലകൊള്ളുകയാണ്. ആ പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട് മരുമോൻ മന്ത്രിയാണ്. സ്വന്തം വീട് മാത്രമല്ല, മകളെ കെട്ടിച്ചിരിക്കുന്ന വീട് ക്ലിഫ് ഹൗസിൻ്റെ നേരെ മുന്നിലാണ്. നോക്കി അതും ഒരു മന്ത്രിഭവനമാണ്. ഇങ്ങനെ അത്യാഡംബരത്തിൽ 10-30 വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഒരു മനുഷ്യൻ, അത് ഈ പ്രായത്തിൽ ഒരു വീഴ്ച, അത് സഹിക്കാൻ കഴിയുമോ അദ്ദേഹത്തിന്? അത് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്കെല്ലാം ചരിത്രം നോക്കിയാൽ, അത് സോവിയറ്റ് റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പതനം ഉണ്ടായിട്ടുണ്ട്. അതായത് ഏകാധിപത്യ ഭരണം നിൽക്കുന്നിടത്തല്ല പതനം ഉണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലർ, മുസോളിനി, അവർക്ക് പതനം ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ഭരണാധികാരികളായിരുന്നാലും അത് ചരിത്രത്തിൻ്റെ പാഠമാണ് ഈ പതനം. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പതനമല്ല, ഇത് കമ്മ്യൂണിസത്തിൻ്റെ കൂടി പതനമാണ്. കാരണം കൂപമണ്ടൂപം എന്ന് പറയാറില്ലേ, കിണറ്റിലെ തവള. ഇത് CPM എന്ന് പറയുന്ന കേരളം എന്ന കിണറ്റിൽ മാത്രമുള്ള ഒരു തവളയാണ്. ആ തവള ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ആ തവള മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിണറുമില്ല, തവളയില്ല. അതാണ് CPM. ഈ തെരഞ്ഞെടുപ്പ് കൂടി CPM ഇന്ത്യയില്ലാതാകും, ലോകത്തിലുള്ളതാകും. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ലോകത്തിലെവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത്? ചൈനയിലുണ്ടോ? റഷ്യയിലുണ്ടോ? കൊറിയയിലുണ്ടോ? അവിടെ ഏകാധിപത്യ മുതലാളിത്ത രാജ്യങ്ങളില്ലേ? അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ലേബൽ അവസാനിക്കുന്ന ഒരു നാടെന്ന നിലയിൽ ക്യൂബയിലും ഏറെക്കുറെ തീർന്നു എന്നൊക്കെ പറയുന്നതാണ്. അവിടെ ഇപ്പം ട്രംപുമായിട്ട് യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. എന്തായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ഒരു പതനം, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായി, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായി ബാലറ്റ് പെട്ടിയിലുള്ള വന്ന ആൾ EMS ആണെന്ന് നമ്മൾ പറയാറുണ്ട്, 57. പക്ഷേ 2026 അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, ജനാധിപത്യത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയൻ. തെരുവുകളിലെല്ലാം കോഡിങ്ങുകൾ, ഫ്ലെക്സ് ബോർഡുകൾ, പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് തൊട്ട് പിണറായി വിജയൻ്റെ വലിയ ഫോട്ടോ, ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു പൊതു കാഴ്ച. മെയ് 4-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇതെല്ലാം തല്ലിക്കീറി വലിച്ചു കീറി പാർട്ടി പ്രവർത്തകർ ആഘോഷിക്കുമോ? അത് നമ്മൾ കണ്ടതാണുള്ളത്. തല്ലിക്കീറൊന്നും എനിക്കറിയത്തില്ല. ലെനിൻ്റെ, ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ലെനിൻ്റെ പ്രതിമ, സ്റ്റാലിൻ്റെ പ്രതിമ, ഇപ്പോഴത്തെ റഷ്യയിൽ പോയ അവിടെ ഉണ്ടോ? ലെനിൻ്റെ ശവകുടീരം കാണാൻ വേണ്ടി അല്ലെങ്കിൽ മൃതശരീരം എംബാം ചെയ്ത് കാണാൻ വേണ്ടി 1 മണിക്കൂർ ക്യൂ നിന്ന ആളാണ് ഞാൻ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പോയി അപ്പോൾ അവിടെ കമ്മ്യൂണിസത്തിൻ്റെ ചോപ്പ് കൊടി പോലും ഇല്ല. അപ്പം അത് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പം കമ്മ്യൂണിസത്തിൻ്റെ പതനം ആസന്നമായിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഒരു മാപ്പ് സാക്ഷിയായി പിണറായി വിജയൻ മാറുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ പാഠം. ഈ 2021 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ചില മാധ്യമങ്ങൾ അന്ന് ചരിത്ര വിജയൻ എന്നാണ് പത്രങ്ങളുടെ ഒരു മുഖ്യ തലക്കെട്ട് കൊടുത്തത്, ചരിത്ര വിജയൻ. അപ്പോൾ ആ ചരിത്രം ആവർത്തിക്കും, 3ാം ഭരണം തനിക്ക് കിട്ടും എന്ന പ്രതീക്ഷ വെച്ചാണ് പിണറായി വിജയൻ ഇപ്പോൾ കടക്കുന്നത്. ഇത് പത്രഭാഷയിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പതനം രേഖപ്പെടുത്തുക? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ മിന്നൽ പിണറായി, അതുകൊണ്ടാണല്ലോ മിന്നൽ മാജിക് എന്ന് പറയുന്ന ഒരു മദ്യം തന്നെ ഉണ്ടായി. അതുകൊണ്ട് ഈ പതനം ചരിത്ര വിജയൻ എന്നുള്ളത് ചരിത്ര പരാജയനായി മാറുന്ന അവസ്ഥ വരും. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ ചെറിയ ഫിലിപ്പ്. നന്ദി, നമസ്കാരം.